പത്താംതരം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് അന്നന്നത്തെ മോക്ഷം. കവിതയിൽ തനതും സവിശേഷവുമായ ആഖ്യാന രീതി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന പി.എൻ. ഗോപീകൃഷ്ണൻ്റേതാണ് പ്രസ്തുത പാഠഭാഗം. കവിതയെ വർത്തമാനകാല രാഷ്ട്രീയ വ്യവഹാരമായി മാറ്റിയെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന കവിയാണ് അദ്ദേഹം. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്ക് മനസ്സിലാക്കാം. മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. മാധ്യമങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങളിലെ ഉള്ളടക്കം ചിലപ്പോൾ മായക്കാഴ്ചകൾ പോലെയാകുന്നു. ഇമോജികൾ നവമാധ്യമങ്ങളിലെ ആശയവിനിമയ സൂചകങ്ങളാണ്. ചെറിയ സൂചകങ്ങളിലൂടെ ആശയം കൈമാറുന്നതിന് ഇമോജികൾ സഹായിക്കുന്നു. വൈകാരിക തലത്തെ പ്രതീകാത്മകമായി ചിത്രീകരിക്കാൻ ഇമോജികൾക്ക് കഴിയുന്നുണ്ട്. നമുക്കിനി പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം. അന്നന്നത്തെ മോക്ഷം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യ താരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. ഇനി നമുക്ക് കവിതയുടെ ആശയതലം ഒന്ന് പരിചയപ്പെടാം. അന്നന്നത്തെ മോക്ഷം എന്ന കവിത സമകാലിക കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷമായ മുഖം അവതരിപ്പിക്കുന്ന കവിതയാണ്. മൊബൈലിൽ വന്ന ഒരു തമാശ ആഖ്യാതാവിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഈ കവിത വ്യക്തമാക്കുന്നു. കവിതയുടെ തലക്കെട്ട് തന്നെ ശ്രദ്ധേയമാണ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് ലോകത്താകമാനം മനുഷ്യജീവിതത്തെ പുതുക്കി നിശ്ചയിച്ചു. വിനിമയത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെയും അതിവിപുലമായ ഒരു ലോകമാണ് നവമാധ്യമങ്ങൾ തുറന്നു തന്നത്. മൊബൈലിൽ അയച്ചു കിട്ടിയ ഒരു തമാശയിൽ നിന്നാണ് കവിതയുടെ തുടക്കം. തനിക്ക് കിട്ടിയ തമാശ മനസ്സിൻ്റെ ഖജനാവിൽ പൂട്ടിവയ്ക്കാൻ ആഖ്യാതാവ് തയ്യാറല്ല. അത് എത്രയും വേഗം മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് അയാളുടെ ആവശ്യം. വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ താൽപ്പര്യങ്ങളിൽ ഒന്നാണ്. ശ്വസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് പോലെ വിവരങ്ങൾ അറിയാനും കൈമാറാനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഒരു തമാശ വായിച്ചപ്പോൾ വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നിയെന്നാണ് കവി പറയുന്നത്. തനിക്ക് കിട്ടിയ തമാശ എത്രയും വേഗം മറ്റുള്ളവരെ അറിയിക്കുവാനാണ് ആഖ്യാതാവ് വ്യഗ്രത കാട്ടുന്നത്. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു തമാശ കവിതയിലെ ആഖ്യാതാവിന് പകർന്നു നൽകുന്ന അനുഭൂതിയാണ് വിവരിക്കുന്നത്. തനിക്ക് ലഭിച്ച തമാശ തൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും എന്നതിൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്യുന്നതായി കവി പറയുന്നു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടി എന്ന പ്രസ്താവന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പ്രഖ്യാതമായ ഒരു സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തമാശ മാത്രമല്ല, നവമാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന എന്തും അന്നമാകുന്നു. റീലുകളും ട്രോളുകളും നിറയുന്ന നവമാധ്യമ ലോകം ഒരുക്കുന്ന പുതിയ ജീവിത സന്ദർഭങ്ങളെയാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് തമാശ കൈമാറുന്ന വ്യക്തി ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നു. 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യ താരമാണ്, 150 ലോകങ്ങളുടെ ഉടമ എന്ന പ്രയോഗം നവമാധ്യമങ്ങൾ പകർന്നു നൽകുന്ന അനുഭവ ലോകത്തിൻ്റെ വൈപുല്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: മൊബൈൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. നവസാങ്കേതിക വിദ്യയും ഉത്തരാധുനിക ജീവിത സാഹചര്യങ്ങളും രൂപപ്പെടുത്തിയ വർത്തമാനകാല മനുഷ്യജീവിതത്തെ ഐറണിയുടെ ആവിഷ്കാരതന്ത്രം ഉപയോഗിച്ച് ആവിഷ്കരിക്കുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം. തനിക്ക് കിട്ടിയ ഒരു തമാശ മനസ്സിൻ്റെ ഖജനാവിൽ മൂടിവയ്ക്കാൻ ആഖ്യാതാവ് തയ്യാറല്ല. തനിക്ക് കിട്ടിയ തമാശ എത്രയും വേഗം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള വ്യഗ്രതയാണ് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന് ആഖ്യാതാവ് പറയാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം: ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യ താരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്,
ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയെന്ന പ്രസ്താവന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പ്രഖ്യാതമായ സന്ദർഭത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നവമാധ്യമങ്ങളിൽ ഇടപെടുന്നതോടെ വ്യക്തി മറ്റൊരാളായി മാറുക മാത്രമല്ല, അയാൾ സ്രഷ്ടാവ് കൂടിയാകുന്നു. അയാൾക്ക് താരപരിവേഷം കൈവരുന്നു. 150 ലോകങ്ങളുടെ ഉടമ എന്ന പ്രയോഗം നവമാധ്യമങ്ങൾ പകർന്നു നൽകുന്ന അനുഭവലോകത്തിൻ്റെ വൈപുല്യത്തെ സൂചിപ്പിക്കുന്നു. നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ വിവരങ്ങളുടെയും വിഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും നിയന്ത്രണം എല്ലാവർക്കും സാധ്യമാവുന്നു. മൂന്നാമത്തെ ചോദ്യം, അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വിശദമാക്കുക. അന്നന്നത്തെ മോക്ഷം എന്ന കവിതയുടെ തലക്കെട്ട് ശ്രദ്ധേയമാണ്. മോക്ഷം എന്ന പദം നമ്മുടെ ജ്ഞാന വ്യവഹാര മണ്ഡലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം പ്രസിദ്ധമാണ്. എന്നാൽ കവിതയിൽ സവിശേഷമായ അർത്ഥത്തിലാണ് ആ പദം നിലകൊള്ളുന്നത്. ജീവിതത്തിൻ്റെ നൈരന്തര്യത്തെ, അതായത് തുടർച്ച, അതിനെക്കുറിച്ചുള്ള ബോധത്തെ തകിടം മറിക്കുന്ന ജീവിത വീക്ഷണമാണ് ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. ഓരോ ദിവസത്തെയും ജീവിതം ഓരോ മട്ടിൽ തിരിച്ചറിയുകയും അതിൻ്റെ രസനീയതയിൽ മുഴുകുകയും ചെയ്യുന്ന ആഘോഷ സ്വഭാവമുള്ള വർത്തമാനകാല ജീവിതത്തെയാണ് ഈ കവിതയുടെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ചോദ്യം, നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. പ്രഭാഷണത്തിൻ്റെ ഘടന മുൻപ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. സംബോധനയുണ്ടാകണം, വിഷയം ചിട്ടയായി അവതരിപ്പിക്കണം, ഉദ്ധരണികളും മറ്റും ഉപയോഗിക്കാൻ ശ്രമിക്കുക, വിഷയത്തോട് നീതി പുലർത്തണം, ഉപസംഹാരം ഉണ്ടാവണം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഇന്ന് മാധ്യമരംഗത്ത് ഉപഗ്രഹങ്ങളുടെ ഉപയോഗം പരമാവധി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ ഗോളമായ ഈ ഭൂമിക്ക് അതിൻ്റെ സകല സാധ്യതകളും പ്രയോജനപ്പെടുത്തണമെങ്കിൽ മാധ്യമരംഗത്തുള്ള സർവ്വവിധ സന്നാഹങ്ങളും ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം. ഇൻഫർമേഷൻ എന്ന വാക്ക് തന്നെ വിവരശേഖരണത്തെ സൂചിപ്പിക്കുന്നു. അതിനുള്ള സാങ്കേതിക വിദ്യയും കൂടിയാകുമ്പോൾ നമ്മുടെ സയൻസും ടെക്നോളജിയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ടെലിവിഷൻ, റേഡിയോ, കമ്പ്യൂട്ടർ, ഫോൺ എന്നിങ്ങനെ നിരവധി മാധ്യമങ്ങൾ വിവരശേഖരണത്തിന് നമുക്ക് ഇന്നുണ്ട്. ഇൻ്റർനെറ്റ് സംവിധാനം വിവരസാങ്കേതിക വിദ്യയുടെ മഹാവിജയമാണ്. വിവരവിനിമയവും ശേഖരണവും വികസനവും ശരിയായ ഗതിയിലാണെങ്കിൽ നമ്മുടെ സംരംഭകത്വത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും എന്നതിൽ സംശയമില്ല. വ്യാപാര വ്യവസായ യുഗത്തിൻ്റെ തീപ്പൊള്ളലുകളെ തൊട്ടറിഞ്ഞ് ഭാവി ഭാരതം വളരുന്ന തലമുറയിൽ അറിവും തിരിച്ചറിവുമായി മാറ്റാൻ കഴിയും വിധത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി സാർവലൗകിക സാധ്യത വളർത്തുകയാണ്. ഏത് കോണിലിരുന്നാലും ലോകത്തെ തൊട്ടുമുമ്പിൽ പഞ്ചേന്ദ്രിയ സാധ്യതകളോടെ കൊണ്ടുവരാൻ വിവരസാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. നവമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം നാം പല സന്ദർഭങ്ങളിലും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ മറ്റുള്ളവരിൽ എത്തിക്കാനും അതുവഴി ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും വിവരസാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. ഇത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളും. സഹജീവികളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ കൃത്യമായി മറ്റുള്ളവരിൽ എത്തിച്ച് ആവശ്യമായ പരിഹാരം കാണാനും കഴിയുന്നു. ഇത്തരം സാധ്യതകൾ തിരിച്ചറിയണം, പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. മറ്റൊരു ചോദ്യം, ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായില സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സുകുമാർ അഴീക്കോടിൻ്റെ വാക്കുകളാണിത്. മൊബൈൽ SMS സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി. ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചു പണിതു. സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ്. CS വെങ്കടേശ്വരൻ്റെ ലേഖനത്തിൽ നിന്നുള്ള വാക്കുകളാണിത്. സൂചനകളും പാഠഭാഗവും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക എന്നതാണ് ചോദ്യം. മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ അവരുടെ കടമ നിർവഹിക്കാൻ ശ്രമിക്കണം. ഒരു മഞ്ഞുതുള്ളിയിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ഒരു ഇലക്ട്രോണിക് കണത്തിൽ പ്രപഞ്ചം പ്രതിബിംബിക്കുന്നു.
ജനസമൂഹത്തിൻ്റെ ജിഹ്വയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാർ എന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതവിഭാഗത്തിൻ്റെയോ നിലവിലിരിക്കുന്ന ഭരണാധികാരികളുടെയോ താൽപ്പര്യങ്ങൾ മാത്രം പരിരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും മാധ്യമങ്ങൾ തയ്യാറാകരുത്. അത്തരം പ്രവണതകൾ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. അഴീക്കോട് മാഷിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. എന്തിനേയും വിമർശിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാണ്. എന്നാൽ അത്രത്തോളം മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. നാം പുതിയൊരു ലോക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിവരവിനിമയ ഭാഷ തന്നെ നമ്മെ അതിശയിപ്പിക്കുന്നതാണ്. ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക വഴി നമ്മുടെ ജനാധിപത്യവും ശക്തിപ്പെടണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷവും ജീവിതവും സാധ്യമാവൂ. മറ്റൊരു ചോദ്യം, അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്യുക, കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അച്ചടി മാധ്യമങ്ങൾ നമ്മുടെ ഭാഷയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും അത്തരത്തിൽ അച്ചടി മാധ്യമങ്ങൾ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ചടി ഭാഷയ്ക്ക് കൃത്യമായ ഘടനയുണ്ട്. എന്നാൽ നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷ എത്രത്തോളം ശരിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. പലപ്പോഴും ശരിയായ തരം പ്രയോഗരീതികൾ കാണാറില്ല. നവമാധ്യമങ്ങൾ അവരുടേതായ ഒരു ഭാഷാരീതി പ്രയോഗം രൂപപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആശയങ്ങൾ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തി വ്യക്തത വരുത്താവുന്നതാണ്.